ചോട്ടെ അഡ്മിറ്റ് ചെയ്തോട്ടെ. ഓക്കെ, സോ ഇതിൻ്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് റൂമിലിടാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് സാധാരണ നമുക്കൊരു എസ്സേ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. ഡയഗ്രാം ഒക്കെ വെച്ച് വേണം നിങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റോൾ ഓഫ് എൻവയറമെൻറ്റ് എന്നുള്ള ആ ക്ലാസ് അറ്റൻഡ് കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രമാത്രം എൻവയറമെൻറ്റും ഇക്കോണമിയും തമ്മിൽ ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ ആ കണക്ഷൻ തന്നെ ഇവിടെ നമ്മൾ പറയേണ്ടത്. പല രീതിയിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ആ പോയിൻ്റ് ഇട്ട് പറഞ്ഞാൽ മാത്രം മതിയായിരിക്കും. ഓക്കെ, സോ വി ആർ സ്റ്റാർട്ടിങ് ദി ടോപ്പിക് ദ ലിങ്ക് ബിറ്റ്വീൻ ഇക്കോണമി ആൻഡ് എൻവയറമെൻറ്റ്. ഓക്കെ, ഇക്കോണമി ആൻഡ് ദി എൻവയറമെൻറ്റ് ആർ വെൽ ഇൻറ്റഗ്രേറ്റഡ്. ഓക്കെ, എൻവയറമെൻറ്റൽ ഇക്കണോമിക്സ് എന്ന ടോപ്പിക്ക് തന്നെ നമുക്കറിയാം. ഇക്കോണമി എൻവയറമെൻറ്റ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനും അതുപോലെ തന്നെ സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ സബ്ജക്റ്റ് ഉണ്ടായിരിക്കുന്നത് തന്നെ. അപ്പോൾ അത്ര സ്ട്രോങ് കണക്ഷൻ ഇക്കോണമി എൻവയറമെൻറ്റ് തമ്മിലുണ്ട്. അത് ഏത് രീതിയിലെന്നുള്ളതാണ് നമ്മൾ ക്ലാസ്സിൽ കാണുന്നത്. All economic activities either affect or are affected by natural and environmental resources. ഓക്കെ, അപ്പോൾ എല്ലാ ഇക്കണോമിക് ആക്ടിവിറ്റീസും ഒന്നെങ്കിൽ എൻവയറമെൻറ്റൽ റിസോഴ്സസിനെ അഫക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റിസോഴ്സസാൽ അഫക്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ഇക്കോണമി ആൻഡ് എൻവയറമെൻറ്റ്. ഓക്കെ, വൺസ് മോർ, ഓൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഐദർ affect or are affected. ഓക്കെ, ഒന്നെങ്കിൽ അഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യപ്പെടും. ബൈ നാച്ചുറൽ ആൻഡ് എൻവയറമെൻറ്റൽ റിസോഴ്സസ്. അപ്പോൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എൻവയറമെൻറ്റൽ അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സിനാൽ അഫക്റ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ അവ തിരിച്ച് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഡിപ്പെൻഡൻസാണ്. സോ ദർ ഇസ് എ two-way റിലേഷൻഷിപ്പ്. ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, സോ two-way റിലേഷൻഷിപ്പ്. എൻവയറമെൻറ്റ് ഇക്കോണമി അഫക്റ്റ് ചെയ്യും, ഇക്കോണമി എൻവയറമെൻറ്റിനെ അഫക്റ്റ് ചെയ്യും. നമ്മൾ കാണുന്ന എൻവയറമെൻറ്റ് പൊല്യൂഷനൊക്കെ ഇക്കോണമി എങ്ങനെ എൻവയറമെൻറ്റിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദി എൻവയറമെൻറ്റ്. നമ്മളതിന് കുറച്ച് പോയിന്റുകൾ പറയാം ഏത് രീതിയിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ്, ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. നമുക്കറിയാലോ, ഒരു സെക്കൻഡേ പോരാവേ. ഓക്കെ, നമുക്ക് തുടരാം. അപ്പോൾ ക്ലാസ്സിലേക്ക് തിരിച്ചു വരിക. നമ്മൾ രണ്ട് പോയിൻ്റ് അവിടെ കാണുക. ഒന്നാമത്തേത്, ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സ്. നമ്മുടെ എത്രമാത്രം നാച്ചുറൽ റിസോഴ്സ് ഉണ്ടെന്നനുസരിച്ചായിരിക്കും നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ലാൻഡ് ആൻഡ് സോയിൽ ക്വാളിറ്റി, ക്ലൈമറ്റ് ആൻഡ് അതർ റിസോഴ്സസ് ഡിറ്റർമൈൻസ് ദ നേച്ചർ ഓഫ് അഗ്രികൾച്ചർ. നമുക്കറിയാമല്ലോ, നമ്മൾ ഏത് തരത്തിലുള്ള സാധനം ഇവിടെ കൃഷി ചെയ്യണം എന്നുള്ളത് എന്തിനെ ആശ്രയിച്ചാണ്, എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സോയിൽ ക്വാളിറ്റി, നമുക്കുള്ള സോയിലിൻ്റെ ക്വാളിറ്റി, ക്ലൈമറ്റ് ചൂടാണോ തണുപ്പാണോ, ഇനി അതുപോലെ തന്നെ ചൂടാണോ തണുപ്പാനേക്കുള്ളവർ എത്രമാത്രം മഴ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ ആശ്രയിച്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചർ നിൽക്കുന്നത്. നമുക്കറിയാം, മരുഭൂമിയിലൊന്നും ജനങ്ങളില്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ കൃഷിയില്ല. കൃഷി ഉള്ളിടത്ത് മാത്രമേ എന്തുള്ളൂ, സിവിലൈസേഷൻ ഉള്ളൂ. നമ്മൾ ആദ്യമേ സിവിലൈസേഷൻ വന്നെല്ലാം റിവർ വാലിയുടെ അടുത്തായിരുന്നു, അല്ലേ, റിവർ വാലീസ്. ഓക്കെ, അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ, മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ, അല്ലെങ്കിൽ നമുക്കറിയാം ബാബിലോണിയൻ സിവിലൈസേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ കണ്ടു. അവയെല്ലാം നൈൽ നദിയുടെ തീരത്തുള്ള, അപ്പോൾ അവയെല്ലാം അഗ്രികൾച്ചറുമായിട്ട് സ്ട്രോങ് റിലേഷൻ. അപ്പോൾ ക്ലൈമറ്റ് എങ്ങനെയാണോ, ക്ലൈമറ്റ് എങ്ങനെയാണോ, ഇനി അതുപോലെ തന്നെ അതുപോലെ സോയിൽ എങ്ങനെയാണോ, അതിലൊക്കെ കൂടിയാണ് നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കുന്നത്. അപ്പം എൻവയറമെൻറ്റ് നമ്മുടെ ജീവിതത്തെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. സിമിലർലി, നാച്ചുറൽ റിസോഴ്സ് ക്രിട്ടിക്കലി ഇൻഫ്ലുവൻസ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്. ശരിയല്ലേ, നമുക്ക് ഇൻഡസ്ട്രി വേണമെങ്കിൽ അയണോർ വേണമെങ്കിൽ അയൺ സ്റ്റീൽ വേണമെങ്കിൽ അയണോർ വേണം, അല്ലെങ്കിൽ കോപ്പർ വേണം, അപ്പോൾ അല്ലെങ്കിൽ കോൾ വേണം. ഇതെല്ലാം ഉള്ളിടത്ത് മാത്രമേ എന്തുള്ളൂ, ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഉള്ളൂ. ഓക്കെ, ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഡിസൈഡ്സ്ലി ഇൻഫ്ലുവൻസ് എൻവയറമെൻറ്റ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഭയങ്കരമായിട്ട് എൻവയറമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് രണ്ടാമത്തെ കേട്ടോ. ദി ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റാണ്. അത് നമ്മൾ എൻവയറമെൻറ്റ് എങ്ങനെ ഇക്കോണമിയെ അഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് ഈ പോയിൻ്റ്. ഇവിടെ നമ്മൾ ഇക്കോണമി എങ്ങനെ എൻവയറമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് ഇവിടെ. Human activities decisively influence the environment. Agriculture and industrial activities produce many adverse effects like soil erosion, various types of pollution, land, water, air pollution, etc. All those issues we know.
already we are familiar with that, we are experiencing, we are witnessing such events, economic activities influencing the various natural resources, including what we can say the land, water, air, etc. So there are a lot of pollutions. Depletion of resources, biodiversity loss. നമ്മൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ കൂടുതൽ ഉപയോഗം കാരണം എന്ത് സംഭവിച്ചു? ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ് വന്നു. ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു? കുറഞ്ഞു പോയി. പിന്നെ അതുപോലെ ബയോഡൈവേഴ്സിറ്റി ഉള്ള ജീവജാലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ അതുപോലെ തന്നെ ക്ലൈമാറ്റിക് ചേഞ്ച്. അപ്പോൾ ഇത് മൂന്നിനെയും നമുക്ക് 3 സെറ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ഒന്ന് ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സ്, 2 ബയോഡൈവേഴ്സിറ്റി ലോസ്, അല്ലേ? നമ്മൾ പറഞ്ഞു 6th മാസ് എക്സ്റ്റിങ്ഷൻ. മാസ് എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ്. എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എന്താ? എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെന്നായി തീരുക. അപ്പോൾ അത് മലയാളത്തിൽ നല്ലൊരു വാക്കുണ്ട്, ഞാൻ മറന്നുപോയി. എക്സ്റ്റിങ്ഷൻ, വംശനാശം, കൂട്ടവംശനാശം. മനുഷ്യൻ്റെ ആക്ടിവിറ്റി മൂലം മനുഷ്യനെന്നോ കാര്യമായിട്ട് വ്യവസായം തുടങ്ങി അന്നോട്ട് തുടങ്ങിയതാണ് ഈ വംശനാശം. ഓക്കെ, ദെൻ ക്ലൈമാറ്റിക് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനം ആർ സം ഓഫ് ദി ഇറിപ്പയറബിൾ ആൻഡ് റിവേഴ്സിബിൾ. നമുക്കൊരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അത്രമാത്രമുള്ള ഒരു നഷ്ടം. റിസോഴ്സ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. ബയോഡൈവേഴ്സിറ്റി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചു പോയി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഔട്ട്പുട്ട്, ഇമ്പാക്റ്റ് ഹ്യൂമൻ ഇക്കണോമിക് ആക്ടിവിറ്റി എന്തിലുണ്ടാക്കിയിട്ടുണ്ട്? എൻവയറമെൻറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സെക്കൻഡ് കൂടെ, ഒരു കുഞ്ഞു ബ്രേക്ക്. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദി ടോപ്പിക്. എന്താ പറയുക, ഞാൻ ക്ലോക്ക് അപ്പുറത്തോണ്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ. അത് ഭയങ്കര ബഹളമായിട്ട് ഓടിയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 1, 2 നമ്മൾ അങ്ങനെ പറയണം. എന്താ? ഇക്കണോമിക് ആക്ടിവിറ്റീസ് എൻവയറമെൻറ്റിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ല എൻവയറമെൻറ്റ് എങ്ങനെ ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അത് രണ്ടും നമ്മൾ ആ 2 പോയിൻ്റായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ ആക്ടിവിറ്റീസ് സച്ച് എസ് എക്സ്ട്രാക്ഷൻ. ഇനി നമ്മൾ പറയാം എലാബറേറ്റ് ആയിട്ട് എങ്ങനെയാണ് എൻവയറമെൻറ്റും ഇക്കണോമിക് ആക്ടിവിറ്റീസ് തമ്മിലുള്ള ബന്ധം. ആക്ടിവിറ്റീസ് സച്ച് എസ് എക്സ്ട്രാക്ഷൻ. 1 സെക്കൻഡ്, ഞാൻ റീഡ് മോഡിലിട്ടോട്ടെ. ഓക്കെ, സോ ആക്ടിവിറ്റീസ് സച്ച് എസ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. മൈനിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഭൂമിയിൽ നമ്മൾ പല സാധനങ്ങൾ എടുക്കുകയാണല്ലോ, കുഴിച്ചൊക്കെ. ഇനി പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കെമിക്കലായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ പ്രോസസ്സിങ്, ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ എന്താണെന്നറിയാം, ക്രൂഡ് ഓയിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു വരുന്നുണ്ട്? മാനുഫാക്ചർ, ട്രാൻസ്പോർട്ട്, കൺസംഷൻ ആൻഡ് ഡിസ്പോസൽ, ചേഞ്ച് സ്റ്റോക്ക് ഓഫ് നാച്ചുറൽ റിസോഴ്സിൻ്റെ സ്റ്റോക്കിനെ ഭയങ്കരമായിട്ട് മാറ്റും. പ്രൊഡ്യൂസ് അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ദി എൻവയറമെൻറ്റ് സിസ്റ്റത്തിൽ ഭയങ്കര മോശം എഫക്റ്റ് ഉണ്ടാകും. ആൻഡ് ഇൻട്രൊഡ്യൂസ് വേസ്റ്റ് ടു എൻവയറമെൻറ്റ്. ഓക്കെ, വേസ്റ്റ് ടു എൻവയറമെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്. മോറോവർ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ടുഡേ അഫക്ട് ദി സ്റ്റോക്ക് ഓഫ് നാച്ചുറൽ റിസോഴ്സ് അവൈലബിൾ ഫോർ ദി ഫ്യൂച്ചർ. അപ്പോൾ നമ്മളത് പറഞ്ഞല്ലോ, ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സ്. ആ പോയിൻ്റാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്, ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സ്. ഓക്കെ, അപ്പോൾ ആ പോയിന്റിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ, നമ്മൾ പറഞ്ഞല്ലോ ഭാവിയിൽ ചില റിസോഴ്സൊക്കെ ഉണ്ടെന്ന് മനുഷ്യർക്ക് ഓർമ്മ പോലും കിട്ടാത്തക്ക രീതിയിൽ റിസോഴ്സ് ഇവിടുന്ന് അപ്രത്യക്ഷമായിത്തീരും. നമ്മൾ ഉപയോഗിച്ച് തീർന്നു. കുഴികൾ മാത്രമേ കാണുള്ളൂ, എന്ത് കാണില്ല, പാറകൾ കാണില്ല. അല്ലെങ്കിൽ ഭയങ്കര വനങ്ങളൊക്കെ ഇല്ലെന്നായി കാണുള്ളൂ, അവിടെ കോള് കാണില്ല. അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ ഉപയോഗിച്ചാന്ന് ഭാവിയിലെ തലമുറ പറയും. അപ്പോൾ അതുപോലെ റിസോഴ്സ് ഇല്ലെന്നായി തീരുക, ഡിപ്ലീറ്റ് ചെയ്യാൻ. ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ആൻ ഇക്കണോമിക് സിസ്റ്റം ഡിപ്പെൻഡ്സ് ഇൻ പാർട്ട് ഓൺ ദി സപ്ലൈ ആൻഡ് ക്വാളിറ്റി ഓഫ് നാച്ചുറൽ ആൻഡ് എൻവയറമെൻറ്റ് റിസോഴ്സ്. നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് അതിൻ്റെ ഒരു ക്വാളിറ്റി, അത് നമ്മുടെ ഇക്കണോമിക് സിസ്റ്റത്തെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് എലാബറേറ്റായിട്ട് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് എസ്സേക്ക് അങ്ങനെ തന്നെ നിങ്ങൾ റീപ്രൊഡ്യൂസിനും വാട്ടർ, സോയിൽ, എയർ, ബയോളജിക്കൽ, ഫോറസ്റ്റ്, ഫിഷറി റിസോഴ്സ്. അപ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റ് നിങ്ങൾ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? ഇത് വെറുതെ ഗ്യാസ് അടിച്ച് എഴുതാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വെറും തെറ്റിദ്ധാരണ. അപ്പോൾ അത് ഭയങ്കര അപകടം ഉണ്ടാക്കുകയുള്ളൂ. നമുക്കറിയാവുന്ന ഒരു 7ാം ക്ലാസ് നിലവാരത്തിലുള്ള നോളേജേ ഉള്ളൂ. പക്ഷേ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മളത് 7ാം ക്ലാസ് നിലവാരത്തിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഡിഗ്രി നിലവാരത്തിലാണ് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. കഴിഞ്ഞ കൊല്ലമൊക്കെ കുട്ടികൾക്ക്, നമ്മുടെ കോളേജിലേക്ക്, നമ്മുടെ ബാച്ചിലെ കുട്ടികൾക്ക് മാർക്ക് ഭയങ്കര കുറഞ്ഞു പോയി. കാരണം അവരിതിന് ഭയങ്കര എന്താ പറയുക, ഭയങ്കര നമുക്ക് പറയാം എന്താ, ഇത് ഞങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്ക്, അല്ലെങ്കിൽ അതതിൻ്റെ സിമ്പിളായിട്ടുള്ള രൂപത്തിൽ അവരതിനെ കണ്ടു. പക്ഷേ പരീക്ഷയ്ക്ക് അവരെഴുതിയപ്പം ആ ക്വാളിറ്റി വന്നില്ല. അതിന് ഡിഗ്രി എഴുതുന്ന കുട്ടികളുടെ ക്വാളിറ്റി നിങ്ങൾ എഴുതണം. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ കുറേ റിസോഴ്സിനെ കുറിച്ച് ഞാൻ നിങ്ങൾ സൂചിപ്പിക്കുക. വാട്ടർ, സോയിൽ, എയർ,
ബയോളജിക്കൽ, ഫോറസ്റ്റ് ആൻഡ് ഫിഷറീസ്. ഇത് ഓരോ റിസോഴ്സ് നമ്മൾ പറയും. വാട്ടർ റിസോഴ്സ് ഉണ്ട്, ദർ ആർ വാട്ടർ റിസോഴ്സ്, ദർ ഈസ് സോയിൽ റിസോഴ്സ്, ദർ ഈസ് എയർ റിസോഴ്സസ്, ദർ ബയോളജിക്കൽ റിസോഴ്സ്, ഫോറസ്റ്റ് റിസോഴ്സ്, ഫിഷറീസ്. ഓരോ റിസോഴ്സും നമ്മളിങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതാണ് എൻ്റെ കാര്യം. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞാലും കുട്ടികൾക്ക് മാർക്ക് കിട്ടിയില്ല. നിങ്ങൾക്കത് പറ്റാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം, നിങ്ങൾ ഈ നോട്ട് നന്നായിട്ട് വായിക്കണം. ഞാൻ വിചാരിച്ചു, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗൈഡ് എന്ന് പറയുന്ന ഒത്തിരി ഗൈഡുകളുണ്ട്. അപ്പം ഗൈഡ് വായിച്ച് കുട്ടികൾക്ക് മാർക്ക് കിട്ടി. ആ ക്ലാസ്സിൽ ഭയങ്കര ശ്രദ്ധിച്ചിരുന്ന അങ്ങനെ അത് അവർക്ക് മാർക്ക് കിട്ടിയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ കാര്യം എന്നാണെന്നറിയോ, ഈ ക്ലാസ്സിൽ ശ്രദ്ധിച്ച കുട്ടികൾ നോട്ട് വായിച്ചില്ല. അപ്പോൾ ഞാനതിനെ വസ്തുനിഷ്ഠാപരമായി, നമ്മളതിനെ പറയില്ല, ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു സ്റ്റഡി നടത്തി. അപ്പോൾ ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു സ്റ്റഡി നടത്തിയപ്പം ഞാൻ അതിന് പല ന്യായങ്ങളും കണ്ടെത്തി. ഇപ്പോൾ ഉദാഹരണം, ഈ നോട്ടെന്ന് പറഞ്ഞ് ഭയങ്കര എക്സോസ്റ്റീവാണ്, ഭയങ്കര നല്ല ശാസ്ത്രീയമായിട്ടാണ് നോട്ട് ഉണ്ടാക്കിയിരുന്നത്. അത് വേറെ കാര്യം. സയൻസ് അറിയാവുന്നവരെയൊക്കെ എൻവയറമെൻറ്റ് ഇക്കണോമിക്സ് പഠിപ്പിക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ച് നോട്ടുമൊക്കെ ഭയങ്കര സൂപ്പറാണ്. പിള്ളേരത് കേട്ടു, പക്ഷേ പിള്ളേർ നോട്ട് വായിച്ചില്ല. മനസ്സിലായല്ലോ? കേട്ടതിൽ നിന്ന് വെച്ച് എന്തൊക്കെയോ ഗ്യാസും കൂടെ കൂട്ടി പരീക്ഷയ്ക്ക് എഴുതി, പക്ഷേ അന്നേരം മാർക്ക് കിട്ടില്ല. നേരെ തിരിച്ച് നോട്ട് വായിക്കാത്ത ഗൈഡ് വായിച്ചു കിട്ടില്ല, ഗൈഡിൻ്റെ അകത്തുള്ള കുറേ സാധനങ്ങൾ പോയി പിടിച്ചങ്ങ് തട്ടി. അപ്പോൾ അവർ അത്രയും എഫർട്ട് അവിടെ ഇട്ടുകൊണ്ട് അവർക്ക് കിട്ടി. പക്ഷേ ഈ നോട്ട് നന്നായിട്ട് വായിച്ചാൽ അവർക്ക് കൂടുതൽ മാർക്ക് കിട്ടിയേനെ. അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്നറിയോ, ഞാൻ പറഞ്ഞു പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേക്കും പരീക്ഷയ്ക്ക് റിസൾട്ട് ഒന്ന് മോശമായപ്പോൾ ഞാൻ പറഞ്ഞു ഗൈഡിലെ പോയിൻ്റ് അതുപോലെ വായിച്ച് മാർക്ക് ഇട്ടതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഞാനൊരു എൻ്റെ ഒരു പരാതി പോലെ ഞാനങ്ങ് പറഞ്ഞു. എന്നിട്ട് ഞാനത് പലയിടത്തും പറഞ്ഞു. അപ്പോൾ അന്നേരം എൻ്റെ കയ്യിൽ നോട്ട് മേടിച്ചുകൊണ്ട് ഒരു കൊച്ചുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഭയങ്കര അകലെയുള്ളൊരു കൊച്ച. അപ്പം അകലെയുള്ളൊരു കൊച്ച കേട്ടോ. അവൾ എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യം ഈ എൻവയറമെൻറ്റ് ഇക്കണോമിക്സ് നോട്ട് മേടിച്ചിട്ടു. അവൾ പഠിച്ചിട്ട് പക്ഷേ അവൾക്ക് ഭയങ്കര മാർക്ക് കിട്ടി, 90+ മാർക്ക് കിട്ടി. അപ്പോൾ അന്നേരം അത് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ പരാതി പറഞ്ഞപ്പോൾ ആദ്യം കേട്ട ഒരു കുട്ടി പോയി അവളോട് പറഞ്ഞു. അവളെന്ന് എനിക്ക് മെസ്സേജ് ചെയ്തു. ആ മെസ്സേജ് ഇപ്പോഴുണ്ട്. അവൾ പറഞ്ഞു, സാറിൻ്റെ നോട്ട് വായിച്ചുകൊണ്ട് എനിക്ക് A+ കിട്ടി. അപ്പം നോട്ടിൻ്റെ കുഴപ്പം കൊണ്ടല്ല, യു ആസ്ക് ടു യുവർ സ്റ്റുഡൻസ് എന്ന് പറയും. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ച് പിള്ളേരോട് ചോദിച്ചു. അപ്പോഴാണ് മനസ്സിലായത് പിള്ളേരാരും നോട്ട് വായിച്ചില്ല. ഞാൻ അവരോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ആത്മാർത്ഥ വിളിച്ച് പറഞ്ഞു, നോട്ട് വായിച്ചില്ല സാറേ, ക്ലാസ് ഇരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് അവൻ്റെ പ്രശ്നം. നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകം. യു ക്യാൻ ഗെറ്റ് ആൻ ആവറേജ് മാർക്ക് വെൻ യു ആർ ഫോളോയിങ് എ ഗൈഡ്. ഓക്കെ, സോ ഗൈഡ് ഈസ് വെരി സ്മോൾ ആൻഡ് ഗൈഡ് ഹാസ് സർട്ടൻ അഡ്വാൻറ്റേജ്. വൺ അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് there are lot of questions. That is the only advantage I tell you. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താ അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റി ചോദിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ഗൈഡിലിട്ടേക്കുന്ന ആൾക്കാർ തന്നെയാണ്, ഗൈഡിൽ എഴുതിയേക്കുന്ന ആൾക്കാർ തന്നെയാണ് ക്വസ്റ്റ്യന് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗൈഡിൻ്റെ അവസാനത്തിരിക്കുന്ന എന്തൊരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കണം, പക്ഷേ നോട്ട് ഇത് ഉപയോഗിക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. അതാണ് എൻ്റെ കറക്റ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക. വെൻ യു ആർ റൈറ്റിംഗ് ദി ഗൈഡ് ആൻഡ് ദി നോട്ട് സൈമൾട്ടേനിയസ്ലി. കുറച്ച് കുട്ടികൾ നോട്ട് നന്നായിട്ട് എഴുതുകയും കുറച്ച് കുട്ടികൾ ഗൈഡ് നന്നായിട്ട് എഴുതുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും പറയും, ഗൈഡ് നന്നായിട്ട് എഴുതുന്ന കുട്ടികളുടെ മാർക്ക് കുറയും. അതെന്തായാലും വാല്യുവേഷൻ അത് റിഫ്ലക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ, സോ എനിക്ക് അതിനെക്കുറിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സജഷൻസ് ഉണ്ട്. വസ്തുനിഷ്ഠാപരമായ എൻ്റെ സജഷൻസ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് മോശമാണെന്നുള്ള എൻ്റെ മോശമല്ല കേട്ടോ, നോട്ട് നല്ല ക്വാളിറ്റി ഉള്ള. അത് ഞാൻ ഒരിക്കലും എൻ്റെ നോട്ടിനെ കുറ്റം പറയില്ല, എന്നെ കുറ്റം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നോട്ട് അത്ര പ്രിപ്പയർ ചെയ്തിട്ട് അത് പരാജയപ്പെട്ടു പോയെന്ന് പറയുന്നത് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. നമ്മുടെ വ്യക്തിപരമായ പരാജയമല്ല, ഒരു നല്ല നോട്ടിൻ്റെ പരാജയമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അതങ്ങനെയല്ലായിരുന്നു. അപ്പം നമ്മൾ കുട്ടികൾ നിങ്ങളെന്നു വെച്ചാൽ നിങ്ങളത് വായിക്കണം. So there is a strategy when writing an exam. So that I have to tell you, otherwise you will face failure. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നോട്ട് വായിക്കണം. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പറഞ്ഞേക്കുന്നതൊക്കെ. ഓക്കെ, വി ആർ കണ്ടിന്യൂയിങ്. എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ ആർ ഹൈ അഫക്റ്റിംഗ് പീപ്പിൾ ഇൻ ദി ഡെവലപ്പിംഗ് വേൾഡ്. നമ്മൾ പറഞ്ഞല്ലോ, ഡെവലപ്പിംഗ് വേൾഡിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് വാട്ടർ പൊല്യൂഷനും എയർ പൊല്യൂഷനും. അത് ആളുകളെ ഭയങ്കര മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ലോസ്റ്റ് ലേബർ പ്രൊഡക്ടിവിറ്റി റിസൾട്ടിങ് ഫ്രം ഇൽ ഹെൽത്ത്, ഫോർഗോൺ ക്രോപ്പ് ഔട്ട്പുട്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമുക്കറിയാം എയർ പൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും, പക്ഷേ സമയത്ത് കേൾക്കാൻ പറ്റുമല്ല. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, നമുക്ക് എന്തെല്ലാം അസുഖം കൂടി നമുക്കറിയാം അല്ലേ. ഇനി അത് ലേബർ പ്രൊഡക്ടിവിറ്റി, നമുക്ക് പഠിക്കാൻ ഉത്സാഹം കാണിയില്ല, നമുക്ക് ജോലി ചെയ്യുന്നിടത്ത് ഉത്സാഹം കാണിയില്ല, ഫിസിക്കലായിട്ട് എനർജി കാണിയില്ല, മെൻ്റലായിട്ടാണെങ്കിൽ നമ്മൾ ഭയങ്കര തളർന്നിങ്ങനെ ഇരിക്കും. അതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള എന്തെല്ലാം കാരണമാണ്, ഈ പൊല്യൂഷൻ കാരണമാണ്, വാട്ടർ ആൻഡ് എയർ പൊല്യൂഷൻ കാരണമാണ്. റിസൾട്ടിങ് ഫ്രം ഇൽ ഹെൽത്ത്, അപ്പോൾ ഇൽ ഹെൽത്താണ് നമുക്കുണ്ടാകുന്നത്. ക്രോപ്പ് ഔട്ട്പുട്ട്, ക്ലൈമറ്റ് ചേഞ്ച് കാരണം എന്തുണ്ടാകുന്നു, ക്രോപ്പ് ഒരിക്കലും ഔട്ട്പുട്ട് ഭയങ്കര മോശമായിരിക്കും. അഗ്രികൾച്ചർ സോയിൽ ഡിഗ്രഡേഷൻ, സോയിൽ എന്ന് പറഞ്ഞാൽ മണ്ണ് ഭയങ്കര മോശമായിരിക്കും, അതിൻ്റെ ക്വാളിറ്റി മോശം, ഇറോഷൻ വരും. ലോസ്റ്റ് ഫിഷറീസ് ഔട്ട്പുട്ട്, ആൻഡ് ഫിഷറീസ് ഔട്ട്പുട്ട് എന്താണ്, മീനൊക്കെ ഇല്ലെന്നായി തീരും. ആൻഡ് ടൂറിസം റെസീപ്റ്റ്സ്, ടൂറിസമൊക്കെ അതിൻ്റെ വരുമാനം കുറഞ്ഞു പോകും. കോസ്റ്റൽ ഇറോഷൻ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. or loss of soil productivity from deforestation can some of the examples
ഓഫ് സച്ച് റെഡ്യൂസ്ഡ് ഔട്ട്പുട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ പോയിന്റ് വെച്ച് താഴോട്ട് പറയാവുന്നുള്ളൂ. ഇതൊക്കെ എത്ര മനുഷ്യൻ്റെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന എൻവയറമെൻറ്റ് ഡീഗ്രഡേഷനാണ്. ദി ഫോളോയിങ് ഗീവ്സ് ബ്രീഫ് അക്കൗണ്ട് ഓഫ് ദി ഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ എൻവയറമെൻറ്റ് ആൻഡ് ദി ഇക്കോണമി. ഓക്കെ, സോ നമ്മൾ കാണാം ഓരോ പോയിന്റ് ഇങ്ങനെ പോയിന്റ് ഇട്ട് തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാം. പോയിന്റ് ഇട്ട് എഴുതുമ്പോൾ ഉള്ള നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് എക്സാമിനൊക്കെ നന്നായിട്ട് വാല്യൂ ചെയ്യാൻ പറ്റും, ഓരോന്നോരോ നേട്ടം. അപ്പോൾ കൂടുതൽ പോയിന്റ് ഉണ്ട് അറിയാവുന്ന എക്സാമിനൊക്കെ തോന്നുകയും ചെയ്യും. So coming to the first one, environment provides better living conditions to the human beings. Environmental protection prevents pollution and the related cost of health care. എന്തെല്ലാം കാര്യങ്ങളുണ്ട്. എൻവയറമെൻറ്റ് എന്താണ് മനുഷ്യന് ഭയങ്കര നല്ല ലിവിങ് കണ്ടീഷൻസ് വരുന്നു. നമുക്ക് അസുഖങ്ങൾ വരുന്നത് നമ്മുടെ എൻവയറമെൻറ്റ് മോശമായതുകൊണ്ടാണ്, ശരിയല്ലേ? ആശുപത്രി വന്ന് ചിലവ്, നമുക്ക് ഹെൽത്ത് റിസ്ക്, ചിലപ്പോൾ മരണസാധ്യതകൾ, ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും നമ്മുടെ എൻവയറമെൻറ്റ് നന്നായിരുന്നെങ്കിൽ. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാട്ടിനടുത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ആയുസ്ദൈർഘ്യം ഭയങ്കര കൂടുതലാണ്. 100-110 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് മെഡിക്കൽ കണ്ടീഷൻസ് ഭയങ്കര പൂറാണ്, അതുകൊണ്ട് ചിലപ്പോൾ അവർ മരിച്ചു പോകുമായിരിക്കും. പക്ഷേ ഹെൽത്ത് കണ്ടീഷൻസ് ഭയങ്കര ഓക്കെയാണ്. ഓക്കെ, എൻവയറമെൻറ്റ് പ്രൊവൈഡ്സ് നാച്ചുറൽ റിസോഴ്സ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇക്കോണമി. ഇക്കോണമിയുടെ ഡെവലപ്മെൻറ്റ് ഉണ്ട്. നാച്ചുറൽ റിസോഴ്സ് ലൈക്ക് ക്രൂഡ് ഓയിൽ, അലുമിനിയം, ശരിയല്ലേ? ലിഥിയം നമുക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ നമുക്ക് അതിന് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണല്ലോ, ലിഥിയം മൂലകമാണല്ലോ. അത് നമുക്ക് ഉപയോഗിച്ച് ബാറ്ററി ഉണ്ടാക്കാൻ എന്നുള്ളത് ഭയങ്കര. അതുപോലെ തന്നെ വേറെ ഒത്തിരി ഉണ്ട് കേട്ടോ, അയണോർ, ഒത്തിരി ഓരോന്നും ഞാൻ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള നാച്ചുറൽ റിസോഴ്സ് ഉണ്ട് ഇക്കോണമി ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രകൃതി നമുക്ക് തരുന്നുണ്ട്. ദെൻ റിഡക്ഷൻ ഇൻ പൊല്യൂഷൻ റിസോഴ്സ്, ഇൻക്രീസ് ഈൽഡ് ഫ്രം അഗ്രികൾച്ചർ ആൻഡ് കാറ്റിൽ എന്ന് പറഞ്ഞാൽ പശു. അപ്പോൾ അഗ്രികൾച്ചറിൽ നിന്നും കാറ്റിൽ നിന്ന് നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടും. എങ്ങനെ പൊല്യൂഷൻ കുറഞ്ഞാൽ ദി ഹെൽത്തി എൻവയറമെൻറ്റ് സപ്പോർട്ട്സ് ഹെൽത്തി ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി. അപ്പം ഹെൽത്തി എൻവയറമെൻറ്റ് വന്ന് ആളുകളെ ഹെൽത്തി ആക്കി തീർക്കും. പിന്നെ അതുപോലെ ഉൽപ്പാദനക്ഷമത കൂട്ടും, പ്രൊഡക്ടിവിറ്റി കൂട്ടും. ഓക്കെ, പിന്നെ പ്രൊട്ടക്റ്റഡ് എൻവയറമെൻറ്റ്, ദി എഫക്ട്സ് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ് സച്ച് എസ് ഡ്രോട്ട് ആൻഡ് ഫ്ലഡ്സ് വിൽ ബി ലെസ്. അപ്പോൾ എൻവയറമെൻറ്റ് നന്നായിട്ടെങ്കിൽ ഡ്രോട്ട് കാണിയില്ല, പിന്നെ എന്ത് കാണിയില്ല, ഫ്ലഡ് കാണിയില്ല, വെള്ളപ്പൊക്കം കാണിയില്ല. അപ്പം നമുക്ക് അതിൻ്റെ നെഗറ്റീവ് എഫക്ട്സ് ഇല്ലാതെ നമുക്ക് അല്പം കൂടെ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, എൻവയറമെൻറ്റൽ പ്രൊട്ടക്ഷൻ പ്രൊഡ്യൂസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. എന്താണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്? ഇൻ ദി ഫീൽഡ് ഓഫ് ഗ്രീൻ ഇൻഡസ്ട്രീസ് ആൻഡ് ഇക്കോ ടൂറിസം. ഇവിടെയൊക്കെ ഇക്കോ ടൂറിസമാണ്. ജാവ എന്ന് പറഞ്ഞൊരു ദ്വീപുണ്ട് കേട്ടോ, സുമാട്ര എന്ന് പറഞ്ഞ വേറെ ദ്വീപുണ്ട്, ബാലി എന്ന് പറഞ്ഞ വേറെ ദ്വീപിനെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ഇന്തോനേഷ്യ ഉള്ള അവിടെയൊക്കെ ടൂറിസം അല്ല വേറെ ഒന്നുമില്ല. ഇന്തോനേഷ്യയിലെ ബാലിയിൽ ടൂറിസം അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു ദ്വീപ് കേട്ടോ, ഭയങ്കര രസമാണ് അവിടെ പോക്കൊക്കെ. നമ്മൾ ഭൂമി മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ ബാലിയിലെ സൺസെറ്റ് ഒരിക്കലെങ്കിലും കാണണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്ര ചുവന്നുള്ള അന്തരീക്ഷമാണ്, ഭയങ്കര രസമാണ് ബാലിയിലെ സൂര്യാസ്തമയം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? എൻവയറമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ പാറയൊക്കെ പൊട്ടിച്ച് നമ്മൾ കൊണ്ടുപോയിരുന്നെങ്കിൽ അവിടെ വലിയ പാറകൾ കാണുമായിരുന്നു, കുന്നുകൾ ഒന്നും കാണുമില്ലായിരുന്നു. സോ as policymakers begin to incorporate environmental conservation into resource management laws and practice, the quality and sustainability of our lives and economies will improve. നമ്മുടെ ജീവിതവും നമ്മുടെ ഇക്കോണമി എല്ലാം ഇമ്പ്രൂവ് ചെയ്യും. എങ്ങനെ വേണം, എന്ത് ചെയ്താൽ? പോളിസി മേക്കേഴ്സ് നല്ല എൻവയറമെൻറ്റൽ കൺസർവേഷന് വേണ്ടിയിട്ടുള്ള റിസോഴ്സ് മാനേജ്മെൻറ്റിലുള്ള നിയമങ്ങളും പ്രാക്ടീസുകളും അഡോപ്റ്റ് ചെയ്യണം, ജനങ്ങളെ കൊണ്ട് അത് ഫോളോ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലിവിങ് കണ്ടീഷൻസിനും എക്കണോമിക് കണ്ടീഷൻസിൻ്റെയും ക്വാളിറ്റി കൂടും എന്നാണ് ഈ പോയിന്റ് നമ്മളോട് പറയുന്നത്. ഓക്കെ, now the relation between environment and economic activities became all important now. Different types of economic activities create pollution. Besides global warming, as have been accelerated, this has led to climatic changes. Okay, so ill effects on environment. So that is all about that points, but we are coming to a particular diagram. So diagrams are very important. നിങ്ങളത് ഈ ഡയഗ്രാം നമുക്ക് തന്നെ വരയ്ക്കാവുന്നുള്ളൂ. ചിന്തിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡയഗ്രാം ഉണ്ടാക്കാം. ഈ ഡയഗ്രത്തിൽ എന്താണെന്ന് പറയുന്നത് അറിയാം? രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്, എൻറ്റിറ്റീസ് ഉണ്ട്, ഇക്കണോമിക് ഏജൻസ് ഉണ്ട്, ഫേംസ്. നമ്മൾ കേട്ടിട്ടുണ്ട് 2 sector മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഹൗസ് ഹോൾഡ് കാണും, ബിസിനസ് കാണും, ശരിയല്ലേ? പിന്നെ 3 സെക്ടറിൽ ആര് കാണും? ഗവൺമെൻറ് കൂടെ കാണും. 4 സെക്ടറിൽ ആര് കാണും? എക്സ്റ്റേണൽ സെക്ടറും കാണും. ഇവിടെ നമ്മൾ 2 സെക്ടർ ഉള്ളൂ. ഈ 2 സെക്ടർ ലോകത്തിലെ ഫേംസും ഹൗസ് ഹോൾഡ്സും ഉണ്ട്, ശരിയല്ലേ? ഈ ഫേംസ് തൊഴിലും പിന്നെ ഈ വ്യവസായങ്ങൾക്ക് വേണ്ട ഇൻപുട്ടും ഫേംസിന് കൊടുക്കും. ഹൗസ് ഹോൾഡ്സ് തൊഴിലും വ്യവസായങ്ങൾക്ക് വേണ്ട ഇൻപുട്ടും ആർക്ക് കൊടുക്കും? ഫേംസിന് കൊടുക്കും. ഇനി ഫേംസ് എന്ത് ചെയ്യും? അതുപയോഗിച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കി ആർക്ക് കൊടുക്കും? ഹൗസ് ഹോൾഡിന് കൊടുക്കും. മനസ്സിലായല്ലോ? ഇനി ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യും? ഒത്തിരി സാധനം എൻവയറമെൻറ്റിൽ നിന്ന് ഒത്തിരി സാധനങ്ങൾ മേടിക്കും. ഇപ്പം വാട്ടർ ആയിരിക്കും, അങ്ങനെയുള്ള എന്തെല്ലാം സാധനങ്ങൾ എൻവയറമെൻറ്റ് മേടിക്കും. നല്ല ലിവിങ് കണ്ടീഷൻസ് ആയിരിക്കും, പിന്നെ അതുപോലെ നല്ല എന്താ പറയുക, നല്ല സീനിക് ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും അവർ വീട് പണിയുന്നത്, അങ്ങനെയൊക്കെ. എന്നിട്ട് അവിടെയുള്ള അവരുപയോഗിക്കുന്ന വേസ്റ്റ് എല്ലാം കൂടെ എൻവയറമെൻറ്റിലേക്ക് വിടും. ഇത് തന്നെയാണ് ഫേംസും ചെയ്യുന്നത്. എൻവയറമെൻറ്റിന് ഒത്തിരി ഇൻപുട്ട് ചെയ്യും, പാറ, ക്രൂഡ് ഓയിൽ. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? വേസ്റ്റ് എല്ലാം കൂടെ എൻവയറമെൻറ്റ് എടുക്കും. ഏറ്റവും സാധനം വേസ്റ്റൊക്കെ എൻവയറമെൻറ്റിൽ കിടക്കും. ഈ വേസ്റ്റ് കൂടുമ്പോൾ എന്തുണ്ടാവും? ഇവർക്കും മോശം, ഇവർക്കും മോശം.
ഇതാണ് എൻവയറമെൻറ്റും ഇക്കോണമിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ. ഈ ഡയഗ്രം നിങ്ങൾ വരയ്ക്കണം. ഡയഗ്രത്തിൻ്റെ അകത്ത് വളരെ ഈസി നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരിടത്ത് ഫേംസ്, ഒരിടത്ത് ഹൗസ് ഹോൾഡ്സ്. ശരിയല്ലേ? ഫേംസ് ഇവിടുന്ന് ലേബർ ഇൻപുട്ട് മേടിക്കും, ആരെയും ഹൗസ് ഹോൾഡിൽ നിന്ന്. ഹൗസ് ഹോൾഡ് ഫേംസിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിക്കും. ഇനി രണ്ടുപേരും എൻവയറമെൻറ്റിൻ്റെ ഇൻപുട്ടുകൾ സ്വീകരിക്കും. മനസ്സിലായി? ഇത് ഇൻപുട്ട്. രണ്ടുപേരും എൻവയറമെൻറ്റിലേക്ക് വേസ്റ്റ് വിടും. ഇതാണ് എൻവയറമെൻറ്റ്. അപ്പോൾ ഈ ഡയഗ്രം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇങ്ങനെ ഡയഗ്രം ഉണ്ടെങ്കിൽ നമുക്ക് ഡയഗ്രം വെച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. ദിസ് ഈസ് ദ നേച്ചർ ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഇക്കോണമി ആൻഡ് എൻവയറമെൻറ്റ്. ഓക്കെ, ഇക്കോണമി ആൻഡ് എൻവയറമെൻറ്റ്. അപ്പോൾ ആ ചിത്രം നിങ്ങൾ ഓർക്കണം, പരീക്ഷയ്ക്ക് വരയ്ക്കുകയും ചെയ്യണം. ഓക്കെ, സോ ലെറ്റ് മീ ഡിലീറ്റ് ദാറ്റ് പാർട്ട്. Now we are going to the next part. The above diagram explains the interaction between the environment and the economy. Here the two groups depends upon the environment for the use of inputs. Similarly, they dispose the waste they create into the environment. Okay, the service of the environment to the economy are the following. It acts as the supplier of natural resource and inputs. ഇൻപുട്സിനെയും നാച്ചുറൽ റിസോഴ്സിനെയും സപ്ലൈ ചെയ്യുന്ന ഒരു സപ്ലൈ സോഴ്സായിട്ട് ആര് വരിക? എൻവയറമെൻറ്റ് വരിക. ശരിയല്ലേ? സപ്ലൈസ് എൻവയറമെൻറ്റൽ ഓർ അമ്യൂണിറ്റി ഗുഡ്സ്. എൻവയറമെൻറ്റ് അമ്യൂണിറ്റി ഗുഡ്സ് ഉണ്ട്, നല്ല ക്ലീൻ എയർ അങ്ങനെയുള്ള സാധനങ്ങൾ, അതെല്ലാം കൊടുക്കണം. ആക്ട് ആസ് എ വേസ്റ്റ് സിങ്ക്. ഇതാണല്ലോ നമ്മൾ കാണുന്നത്. നമ്മൾ എൻവയറമെൻറ്റ് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കാണുന്നത്? വേസ്റ്റ് സിങ്ക് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ 3 സർവീസസ് എൻവയറമെൻറ്റ് ആർക്ക് കൊടുക്കുക? ഹൗസ് ഹോൾഡിനും കൊടുക്കുന്നു, ആർക്കും കൊടുക്കുന്നു? ഇൻഡസ്ട്രി ഫേംസിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആർക്ക് കൊടുക്കുന്നു? ഇക്കണോമിക് ആക്ടിവിറ്റീസിന് കൊടുക്കുന്നു. ശരിയല്ലേ? ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇത്രയും സർവീസ് ആര് കൊടുക്കുന്നുണ്ട്? എൻവയറമെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നൗ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് എൻവയറമെൻറ്റൽ കുസ്നാറ്റ് കാർ എന്ന് പറഞ്ഞൊരു കാർ നമ്മൾ വരയ്ക്കുക. ഇതെന്താ പറയുന്നത് അറിയോ? ദി എൻവയറമെൻറ്റൽ കുസ്നാറ്റ് കാർ ഈ കേസ് ഡിസ്ക്രൈബ് ദാറ്റ് ആസ് കൺട്രീസ് ഡെവലപ്പ് ഇനിഷ്യലി പൊല്യൂഷൻ ഇൻക്രീസസ് ആൻഡ് ലേറ്റർ ആസ് ദി ഇക്കോണമി അച്ചീവ്സ് ഫർദർ ഡെവലപ്മെൻറ്റ് പൊല്യൂഷൻ ഡിക്രീസസ്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ് ആദ്യമേ കൂടും പിന്നെ കുറയും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഈ എൻവയറമെൻറ്റ് കുസ്നക്കാർ പറയുന്നത്. ഇതാണ് പൊല്യൂഷൻ. നോക്കട്ടെ, അതാണ് ഡയഗ്രാം നോക്കട്ടെ. സെയിം അതുപോലെ ഡയഗ്രാം കിടക്കണം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ദിസ് വിൽ ബി എ ടൈം ഇക്കണോമിക് ഗ്രോത്ത്, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് കൂടുന്തോറും ആദ്യം നമ്മുടെ ഇന്ത്യ പോലെ ഡെവലപ്പിംഗ് കൺട്രിയാണ് ഉള്ളതെല്ലാം കൂടെ കുഴിച്ചെടുത്ത് ചുട്ട് കരിച്ച് പൊല്യൂഷൻ ഉണ്ടാക്കും. എന്നിട്ട് ചൂടെ കഴിയുമ്പോൾ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് വരും, അയ്യോ നല്ലപോലെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പൊല്യൂഷൻ കുറയ്ക്കും. അങ്ങനെയൊക്കെ നമ്മൾ നല്ലവരായി തീരും. അപ്പോൾ ഇതാണ് ഈ ഇൻവേർട്ടഡ് യു ഷേപ്പാണ് എൻവയറമെൻറ്റ് കൂസ്നാറ്റ് കാർവിന്. കൂസ്നാറ്റ് ഒത്തിരി കർവുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ടത് എന്താ പറയുക? പൊല്യൂഷൻ കൂടി ഇവിടെ വരുമ്പോൾ ഇത് ഡെവലപ്മെൻ്റ് ആണ്. ഇവിടെ ഇത് കൂടി ഇവിടെ കൂടുതൽ മാക്സിമം പിന്നെ കുറയും. പിന്നെ നമ്മൾ ഭയങ്കര ഡെവലപ്ഡ് ആയിട്ട് ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള സൊസൈറ്റി എത്തിയും വേസ്റ്റ് ഒന്നും വഴിയിൽ എറിയല്ല, ഒരു സാധനം കത്തിച്ച് കളയല്ല, എല്ലാം നമ്മൾ പ്രോസസ്സ് ചെയ്യും. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മൾ ഉപയോഗിക്കാതിരിക്കാനുള്ള സാമൂഹിക ഉത്തരവാദിത്വവും കോൺഷ്യസ്നസ് നമുക്ക് വരും. അതൊക്കെ ഡെവലപ്മെൻറ്റിലൂടെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഡയഗ്രമാണ് ഈ എൻവയറമെൻറ്റ് കുസ്നാറ്റ് കാർവ് നമ്മൾ കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡയഗ്രാം ഞാൻ നെറ്റിൽ നിന്ന് എടുത്തോട്ടോ. അപ്പോൾ ആ ഡയഗ്രത്തിൻ്റെ സ്റ്റേജസ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് കണ്ടോ? ഇൻകം പെർ ക്യാപിറ്റൽ രണ്ടും ഒരുപോലെ. ഡെവലപ്മെൻറ്റ് കൂടുന്നതോടും പെർ ക്യാപിറ്റലും കൂടും. ഇതാണല്ലോ എൻവയറമെൻറ്റ് ഡിഗ്രഡേഷൻ അല്ലെങ്കിൽ പൊല്യൂഷൻ കൂടുക. പ്രീ ഇൻഡസ്ട്രിയൽ ഇക്കോണമീസ് ഒന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട ഇക്കോണമി, ഒന്നും കാണില്ല, പൊല്യൂഷനും കാണില്ല. പിന്നെ വ്യവസായ ഇക്കോണമി കൂടുക. ഇൻഡസ്ട്രിയൽ ഇക്കോണമി വരുമ്പോഴത്തേക്കും ഭയങ്കര പൊല്യൂഷൻ. ഇപ്പോഴത്തെ ചൈനയുടെ കാര്യം കേട്ടോ. ചൈനയിലെ ഷാങ്ഹായിലും ബീജിങ്ങിലും ഒക്കെ നമ്മൾ എപ്പോഴും നമുക്ക് ഒരു ദിവസം 2 മാസ്കെങ്കിലും വേണം. കാരണം എന്ന് വെച്ചാൽ ഒരു മാസ്ക് മുഴുവൻ പൊടി പിടിച്ചിരിക്കും, വൈകുന്നേരം വേറൊരു മാസ്ക് വേണം. അത്രമാത്രം പൊല്യൂഷൻ അവിടെ. അപ്പോൾ ഇവിടെ ടേണിംഗ് പോയിന്റ് നമ്മൾ ചിലപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ നല്ല എൻവയറമെൻറ്റ് കൺസർവേഷൻ ഒക്കെ നടത്തി പിന്നെ നമ്മൾ നല്ലവരായി തീരുക. ഇതാണ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ ഇക്കോണമീസ്. ഇൻഡസ്ട്രിയലൈസേഷൻ വേണ്ടെന്ന് പറഞ്ഞ് മുനിമാരെ പോലെ ഇങ്ങനെ ജീവിക്കും. ഇങ്കൊക്കെ കാണും കേട്ടോ, അത് വേറൊരു കാര്യം. അപ്പോൾ അത് അങ്ങനെയുള്ള വളരെ ഡെവലപ്ഡ് ഇക്കോണമികളാണ്. അപ്പോൾ ഇതാണ് എൻവയറമെൻറ്റൽ കുസ്നാറ്റ് കാർവ്. ഇത് നിങ്ങൾ എക്സാമിന് എഴുതണം. നമുക്ക് 2 ഡയഗ്രം ഇവിടെ ഉണ്ട്. ഇതുണ്ടോ? എൻവയറമെൻറ്റ് ഇക്കോണമി കൂടെ കാണിക്കാൻ വേണ്ടി 2 ഡയഗ്രം ഉണ്ട്. ഇതൊരു ഡയഗ്രം. ഓക്കെ, ഇത് രണ്ടാമത്തെ ഡയഗ്രാം. ഏത്? എൻവയറമെൻറ്റൽ കുസ്നാറ്റ് കാർവ്. Okay, so thus the environmental quotient curve shows an increasing pollution initially, but declining pollution as economic progress enhances further. The reason for this is that at low incomes people tend to value development or environment quality. Development ആണ് വേണ്ടത്, എൻവയറമെൻറ്റ് രണ്ടാമത്തെ കാര്യമുള്ളൂ. മനസ്സിലായല്ലോ? എൻവയറമെൻറ്റ് ക്വാളിറ്റിയേക്കാളും കൂടുതൽ നമുക്ക് പൈസയൊന്നുമില്ല, ജീവിക്കാൻ പൈസ വേണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പരമാവധി ഡെവലപ്മെൻറ്റ് വെക്കാൻ നോക്കും. പ്രകൃതി റിസോഴ്സിനൊക്കെ ചൂസ് ചെയ്യും, യൂട്ടിലൈസ് ചെയ്യുന്നിട്ട് നമ്മൾ കത്തിച്ച് പൊല്യൂഷനൊക്കെ ഉണ്ടാക്കും. അത് ഫസ്റ്റാണ് ഡെവലപ്മെൻറ്റ്. അതാ കൂടുതൽ വേണ്ടത്. എന്തിനേക്കാളും കൂടി എൻവയറമെൻറ്റ് ക്വാളിറ്റിയേക്കാൾ കൂടി അത് ഫസ്റ്റ് ചെയ്യുക. ചൂടെ കഴിയുമ്പോൾ നമുക്ക് ഡെവലപ്മെൻറ്റ് അല്ല വേണ്ടത്, പിന്നെ എന്താ? എൻവയറമെൻറ്റ് ക്വാളിറ്റി വേണ്ടത്.
എൻവയറമെൻറ്റ് ക്വാളിറ്റി അങ്ങനെ ഒരു കോൺസെപ്റ്റോട് വരും. ബട്ട് ആസ് ദേ അച്ചീവ് ഗ്രേറ്റർ വെൽത്ത് ദേ ആർ വില്ലിംഗ് ടു ഡിവോട്ട് ഗ്രേറ്റർ റിസോഴ്സസ് ടു എൻവയറമെൻറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ കൂടുതൽ റിസോഴ്സും കൂടുതൽ എഫേർട്ടും എല്ലാം നമ്മൾ എന്തിനു കൊടുക്കുക, നമ്മൾ എൻവയറമെൻറ്റിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുക. എപ്പോഴും നമ്മൾ ഡെവലപ്ഡ് ആയി തീരുമ്പോൾ അതാണ് അവിടെ പറയുന്നത്. ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻവയറമെൻറ്റ് ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റി ഈസ് വെരി സ്ട്രോങ്. ഫോർ എക്സാമ്പിൾ, uncontrolled expansion of economic activities has no cost to global warming and climate change. Economic activities, especially industrial, have to be regulated for the protection of environment. നമ്മൾ പറഞ്ഞതാണ് എൻവയറമെൻ്റൽ ആക്ടിവിറ്റി, എൻവയറമെൻറ്റിനെ ഡിസ്ട്രക്ട് ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കർട്ടൈൽ ചെയ്യണം. അതല്ലെങ്കിൽ അതിനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം. അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്താലേ എന്തുണ്ടാവുള്ളൂ, എൻവയറമെൻറ്റിന് സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ, എൻവയറമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് കിട്ടുള്ളൂ, നമുക്ക് തന്നെ അൾട്ടിമേറ്റ്ലി അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. So that is this topic about the connection between environment and the economy. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ അകത്ത് നിങ്ങൾ പറയണം എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് എൻവയറമെൻറ്റ് ഇക്കോണമിയോടും തമ്മിലുള്ള ഒരു ഇൻറ്ററാക്ഷൻ അല്ലെങ്കിൽ ലിങ്ക്. അതിൻ്റെ ആദ്യ ഭാഗത്തൊക്കെ നമ്മൾ കണ്ടു. നമുക്കറിയാവുന്ന പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. എൻവയറമെൻറ്റിന് ഇക്കോണമി ആശ്രയിക്കുന്നു, ഇക്കോണമി എൻവയറമെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നു. ഇത് രണ്ട് രീതിയിലുണ്ട് കേട്ടോ. നമ്മൾ രണ്ട് പോയിന്റിലൂടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. പിന്നെ പലതരത്തിലുള്ള എൻവയറമെൻറ്റ് സർവീസസ് ഇക്കോണമിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാം എലാബറേറ്റ് ചെയ്യുക. പിന്നെ അത് കാരണം ഇക്കോണമിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നത് എന്തൊക്കെ പറഞ്ഞു, നമ്മൾ ഡീഫോറസ്റ്റേഷൻ, പൊല്യൂഷൻ, ക്ലൈമാറ്റിക് ചേഞ്ച് ഒക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ് ഒക്കെ നമ്മൾ കണ്ടു. ഓക്കെ, പിന്നെ അതിൻ്റെ ഒരു ആവശ്യം എന്താണ്, നമുക്ക് എൻവയറമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ആവശ്യം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനുള്ള കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഓർത്തേക്കണം. ഇതിൻ്റെ കൂടെയൊക്കെ അതൊക്കെ ആഡ് ചെയ്യും. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മിക്കവാറും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു ഡയഗ്രാം കണ്ടു. ഫേംസും ഹൗസ് ഹോൾഡും കൂടെ എങ്ങനെ എൻവയറമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. ഇൻപുട്ട് മേടിക്കുന്നു, വേസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ അതങ്ങനെ പരീക്ഷിക്കാൻ നിങ്ങൾ എഴുതേണ്ടി വരും. ഓക്കെ, ദെൻ ദി എൻവയറമെൻറ്റൽ ക്വസ്റ്റ്യൻ കർവ് as proposed by Simon Kuznets. Okay, so that's all about this topic. നിങ്ങൾ ഈ നോട്ട് വായിക്കുക, എന്നിട്ട് ഒരു എസ്സേ എഴുതുന്ന രീതിയിൽ ഇതിനെ നിങ്ങളിതിനെ പോയിൻറ്റുകളൊക്കെ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. അറ്റൻഡൻസ് ഞാൻ എടുത്തോട്ടെ.